റോഡിലൂടെ ഭിന്നശേഷിക്കാരനായ യുവാവിന്റെയും കുടുംബത്തിന്റെയും ദുരിതയാത്ര. നിരവധി വാതിലുകൾ മുട്ടിയിട്ടും പരിഹാരമായില്ല. കണ്ണടച്ചിരിക്കുന്ന അധികൃതർ നിസ്സഹായരായ കുടുംബത്തിന്റെ ദുരവസ്ഥയിലേക്ക് കണ്ണു തുറന്നു നോക്കണം. സ്വന്തം വീടുണ്ടായിട്ടും മഴക്കാലമെത്തിയാൽ 6 മാസത്തോളം വാടക വീട്ടിൽ അഭയം പ്രാപിക്കേണ്ട ഗതികേടിലാണ് ഭിന്നശേഷിക്കാരനായ യുവാവും കുടുംബവും. മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. നന്നമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ ദുബായ് പീടിക തിരുനിലത്ത് കക്കുന്നത്ത് താഴം റോഡിൽ താമസിക്കുന്ന നായരുപടിക്കൽ അബ്ദുൽ ഗഫൂർ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതത്തിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല. മഴക്കാലമെത്തിയാൽ സ്വന്തം വീട്ടിലേക്ക് പോകാൻ സാധിക്കാതെ വാടക വീട്ടിൽ അഭയം പ്രാപിക്കുകയാണ് നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഗഫൂറും കുടുംബവും. ഭാര്യയും 3 മക്കളുമടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക ആശ്രയം ഓട്ടോറിക്ഷയിൽ നിന്നുള്ള വരുമാനമാണ്. ചെറുപ്പത്തിൽ പോളിയോ ബാധിച്ച് ഒരു കാലിന് സ്വാധീനമില്ലാത്തയാളാണ് ഗഫൂർ. 5 വർഷത്തോളമായി ഗഫൂറും കുടുംബവും ദുബായ് പീടിക തിരുനിലത്ത് കക്കുന്നത്ത് താഴം റോഡിലാണ് താമസിക്കുന്നത്. മഴക്കാലമെത്തിയാൽ ഇവിടെ പിന്നെ ചെളിയാണ്. റോഡരികിലെ മതിലിൻ്റെ വക്കിൽ ചവിട്ടിയാണ് ആളുകൾ ഈ ചെളി മുറിച്ച് കടക്കുന്നത്. പാടത്തിനോട് ചേർന്നാണ് റോഡ്. പാടത്തിനോട് ചേർന്ന മതിൽ പൊളിച്ചതോടെ വെള്ളം റോഡിലേക്ക് കയറുകയാണ്. 30 മീറ്ററോളം ഈ ചെളിയിലൂടെ വേണം നടക്കാൻ. കാലിന് സ്വാധീനമില്ലാത്തതിനാൽ തന്നെ ഗഫൂറിന് ഇതിലൂടെ സഞ്ചരിക്കുന്നത് ഏറെ പ്രയാസകരമാണ്. ഓട്ടോറിക്ഷ ഇതുവഴി പോകത്തുമില്ല. വാഹനത്തിൻ്റെ ടയർ ചളിയിൽ പൂണ്ടുപോകും. കഴിഞ്ഞ വർഷം മഴക്കാലമെത്തിയതോടെ ഓട്ടോറിക്ഷ ചെളിയിൽ പൂണ്ടതിനെ തുടർന്ന് സുഹൃത്തുക്കളെത്തി ഓട്ടോറിക്ഷ ഉയർത്തിക്കൊണ്ടുപോയാണ് ഇവിടെ നിന്നും മാറ്റിയത്. ഏറെ ബുദ്ധിമുട്ടിയായിരുന്നു സുഹൃത്തുക്കൾ വാഹനം ഉയർത്തിക്കൊണ്ടുപോയത്. വർഷങ്ങളായി ഗഫൂർ തൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസും കളക്ട്രേറ്റ് ഓഫീസും കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് വളരെ ദയനീയാവസ്ഥയിലാണ് ഇവരുടെ കുടുംബം. എന്നാൽ അധികൃതർ വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നില്ല. 6 മാസം സ്വന്തം വീട്ടിലും 6 മാസം വാടക വീട്ടിലുമായാണ് ഇവർ താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലെത്തി ഗഫൂറും ഭാര്യയും കുടുംബവും പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ പഞ്ചായത്തിൽ താമസമാക്കുമെന്ന് അറിയിച്ചു. ഓട്ടോറിക്ഷയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നും കുടുംബത്തിൻ്റെ ചെലവിനു പുറമെ അധികൃതരുടെ അനാസ്ഥ മൂലം വാടക വീട്ടിൽ കഴിയുന്നതിനുള്ള പണം കണ്ടെത്തുവാനുള്ള ബുദ്ധിമുട്ടിനെ തുടർന്നായിരുന്നു അറ്റകൈ പ്രയോഗവുമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് ഗഫൂറും കുടുംബവും എത്തിയത്. 5 വർഷത്തോളമായി പഞ്ചായത്ത് ഓഫീസ് അടക്കം കയറിയിറങ്ങാൻ തുടങ്ങിയിട്ടെന്നും ഇതിന് ശാശ്വത പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ലെന്നും ഗഫൂർ പറഞ്ഞു. 5 വർഷമായിട്ട് ഞാനിവിടെ ഈ പഞ്ചായത്തിന് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. കാരണം ഒരുപാട് 2 പ്രാവശ്യം കലക്ട്രേറ്റിൽ പോയി. ആദ്യം ഇവിടെ വന്നൊക്കെ റെഡി ആയിട്ട് പറഞ്ഞില്ല. പിന്നെ 2ാമത് കലക്ട്രേറ്റിൽ പോയിട്ട് അവർക്ക് ഓർഡർ കൊടുത്തതാണ് ചെയ്യാമെന്നുള്ളത്. ഇതിപ്പോൾ അതിനുള്ള റെസീറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ 2ാമത് കുറേ കഴിഞ്ഞാൽ പിന്നെ ഞാൻ കലക്ട്രേറ്റിൽ പോയി. അപ്പോൾ അവിടെ ജില്ലാ കലക്ടറേറ്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടെ മെയിൻ ആളുടെ കളക്ടറേറ്റ്, അവരെടുത്ത് പോയിട്ട് അവിടുന്ന് ഒരു റെസീറ്റ് വാങ്ങി അവർ ഇവിടുന്ന് നമ്പർക്കും മറ്റും നിങ്ങൾ പെട്ടെന്ന് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതുവരെ അതിനൊരു ഇത് വന്നില്ല. മഴക്കാലത്ത് ഞാൻ എന്നും വേറെ വീട് കോട്ടേഴ്സും കാര്യങ്ങളും അന്വേഷിച്ച് നടന്നിട്ട് പോകാനായിട്ട് എനിക്ക് നോക്കാൻ കഴിയില്ല. മറ്റുള്ളവർക്കൊക്കെ നടന്നു പോകാൻ കഴിയും. എനിക്ക് നടന്നുകൊണ്ട് പോകാൻ കഴിയില്ല. ചളി പറഞ്ഞ കാരണം വിഷയം. വെള്ളം അതിന് കെട്ടിയിട്ട് പാടത്താണ്. പാടത്ത് വെള്ളം വരും. മഴക്കാലത്ത് വെള്ളം കിട്ടി വരും റോട്ടിലേക്ക്. അതിലൊരു ലേശം മണ്ണിട്ട് എന്തെങ്കിലും ചെയ്തെന്നാൽ മതി. വേറെ കൂടുതലായിട്ടൊന്നും ചെയ്യണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് പോകാനുള്ളൊരു ചെയ്താൽ മതി. കുറച്ച് ദൂരമേ ഉള്ളൂ. കൂടുതൽ ദൂരങ്ങളൊന്നും ഇല്ല. നമ്മൾ കുറേ 2 പ്രാവശ്യം പോലെ ഞാൻ ചെയ്തതാണ്. ഞാൻ സ്വന്തം പൈസ എടുത്തിട്ട് 2 പ്രാവശ്യം പോലെ എസി കൊണ്ട് മണ്ണും കാര്യങ്ങളും അടിച്ച് ഞാൻ ചെയ്തതാണ്. അതൊന്നും പോരാ അതിന്. കാരണം വെച്ചാൽ പാടത്ത് മതിൽ കെട്ടി പൊന്തിച്ചാണ് റോഡാക്കി കൊണ്ടുപോയതാണ്. ജില്ലാ പഞ്ചായത്ത് റോഡാണ് അത്. അത് അന്ന് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞ ഫണ്ട് അവിടെ ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ടാറിങ് പോയിട്ട് മണ്ണ് പോലും ഇട്ടിട്ടില്ല. ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ എങ്ങനെയായാലും ഞങ്ങൾ വന്ന് കൂടി ഇരുന്നിട്ട് 5 വർഷം. അതിൻ്റെ മുന്നേ 2-3 വർഷം മുന്നേ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. ഇതുവരെ അതിനൊന്നും ചെയ്യാതെ ആ ഭിത്തിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് പോകുന്നുണ്ട്. കരികല്ലിൻ്റെ ഭിത്തിയാണ് സൈഡിൽ. 2ാമത് അവർ പറഞ്ഞെന്താ വെച്ചാൽ ഇവരിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് എന്തായാലും വേണ്ടിയിൽ എത്രയായില്ലേ, പിന്നെ നാളെ വന്നിട്ട് ഞങ്ങൾ നോക്കിയിട്ട് എന്താ വെച്ചാൽ അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്തരാം എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടില്ല. ഇനി വാക്ക് മാറി പറയും. ഞാൻ ഇവിടെ നിന്ന് പോയി ദിവസം ഇനി കൂടുതലായിട്ട് അങ്ങനെ ആണെന്നൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നാളെ മുതൽ ഇവിടെ താമസം തുടങ്ങും. കാരണം എനിക്ക് വേറെ പോകാൻ നിർവാഹമില്ല. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു കൂടെ നിൽക്കാം. കലക്ട്രേറ്റ് 2 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം കലക്ട്രേറ്റ് പോയി, 2ാമത് കലക്ട്രേറ്റ് പോയി പറഞ്ഞ് നിങ്ങൾ അവിടെ പോകണമെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു വലിയൊരു ഓഫീസുണ്ട് കലക്ട്രേറ്റ്. അവിടെ പോയി അവിടെ കണ്ടുകാർക്ക് അവരെ കണ്ടിട്ട് അവരെ സംസാരിച്ച് അവരോട് നിങ്ങൾ അവിടെ അപേക്ഷ കൊടുത്ത് അവരവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് അന്നന്ന് പ്രസിഡന്റിന് ഫോൺ എടുക്കുക, നമ്പറൊക്കെ വിളിച്ച് സംസാരിച്ച് പെട്ടെന്ന് ചെറിയ അവിടെ റെസീറ്റ് വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
5 വർഷമായി ഇവിടെ താമസം തുടങ്ങിയിട്ടെന്നും ആദ്യകാലത്ത് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നുവെന്നും എന്നാൽ 5 വർഷത്തോളമായി ഉദ്യോഗസ്ഥരെ അടക്കം സമീപിച്ചെങ്കിലും ഫലമുണ്ടായിട്ടില്ലെന്നും സ്വന്തം പണം ഉപയോഗിച്ച് പലപ്പോഴും സാധിക്കുന്ന പോലെ മണ്ണുമാന്തി യന്ത്രം വരുത്തിച്ച് മണ്ണിട്ട് ഉയർത്തുകയാണ് ചെയ്തിരുന്നതെന്നും എന്നാൽ അത് പ്രാവർത്തികമാകുന്നില്ലെന്നും തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ഗഫൂറിന്റെ ഭാര്യ ഹസീന പറഞ്ഞു. റോഡ് കുറേ ആയി, ഞങ്ങൾ വന്നിട്ട് 5 വർഷമായി. ഈ 5 വർഷമായിട്ടും ഞങ്ങൾ പഞ്ചായത്തിൽ ഇറങ്ങി കയറുന്നുണ്ട്. അതിലിടയ്ക്ക് 2 പ്രാവശ്യം കളക്ടറേറ്റിൽ പോയി. അവിടുന്ന് ഒക്കെ അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഞങ്ങളായിട്ട് ശരിയാക്കിയതാണ്. ഇതൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തത് ഞങ്ങളാണ്. ഈ റോഡ് ഞങ്ങൾ സ്വന്തം ചെലവിൽ ഞങ്ങൾ പൈസ കൊടുത്ത് മണ്ണിട്ട് JCB കൊടുന്ന് ശരിയാക്കിയതാണ്. പക്ഷേ ഞങ്ങളെ കൊണ്ട് സാധിക്കൂല ഇനി നന്നാക്കാൻ. അത്ര ഞങ്ങൾ നന്നാക്കിയിരിക്കണം. ഇപ്പോൾ അവരെന്നെ എന്തെങ്കിലും ചെയ്തു തരട്ടെ. നടന്ന് പോകാനിപ്പോൾ ബുദ്ധിമുട്ടാണ്. നടന്ന് വേനൽക്കാലത്ത് നടന്നു പോവാ, മഴ ചെയ്ത് ഇതിൽ കൂടെ നടക്കാനും പറ്റണില്ല. പിന്നെ ഇവർക്ക് ഹസ്ബൻഡിന് നടക്കാൻ പറ്റാത്ത ആളായതുകൊണ്ട് വണ്ടിയൊക്കെ തന്നെ വരാൻ കഴിയുള്ളൂ. വണ്ടി ഇല്ലാതെ നടക്കാൻ കഴിയൂല അതിന്. അപ്പം അതിൻ്റെ വണ്ടി വരാൻ വയ്യപ്പോൾ വണ്ടി വന്ന് കിട്ടണം, ശരിയാക്കി തരണമെങ്കിൽ. ഇതിനേക്കാൾ കഷ്ടമായിരുന്നു. ഞങ്ങൾ നന്നാക്കിയതാണ്. ഈ മണ്ണൊക്കെ ഞങ്ങൾ ഇട്ടതാണ്. ഞങ്ങൾ JCB ഇവിടുന്ന് ഇനിയിപ്പോൾ വെള്ളം കുറേ അങ്ങോട്ട് പോയിക്കോട്ടെ ഞങ്ങൾ ഇവിടെയൊക്കെ ചാല് കീറി കൊടുത്ത് ഒക്കെ അവിടുന്ന് ഇവിടെ വരെ ഞങ്ങൾ ചാലിറി കൊടുത്ത് ഞങ്ങൾ മണ്ണിട്ടൊക്കെ ചെയ്താണിത്. ആ മണ്ണും മഴ ചെയ്യുമ്പോൾ ഒക്കെ ഒലിച്ചു പോകണം. ഈ മതിൽ പൊളിഞ്ഞ കാരണം കൊണ്ടൊക്കെ ഒലിച്ചു പോകണം പാടത്തേക്ക്. മതിലുണ്ടായിരുന്നേ, അതിൽ ചെറിയ ഇതായിട്ടൊരു കല്ല് ഇളകി നിന്നിന്ന് ഇവിടെ. പിന്നെ ഇവിടെ കുളത്തിന്റെ പണിക്കാർ വന്നപ്പോൾ അവർ പൊളിച്ചതാണ് ബാക്കിയുള്ള മതില്. ഇപ്പൊ അവര് പൊളിച്ചിട്ടില്ലാന്ന് അവർ പറയുന്നുണ്ടെന്ന് ഇവര് പഞ്ചായത്ത് നിന്ന് പറഞ്ഞേ. ഈ മതിലും കൂടി കെട്ടണം, എന്നെങ്കിലേ ഇവിടെ മണ്ണിട്ടിട്ട് കാര്യമുള്ളൂ. അല്ലാതെ മണ്ണിട്ടാൽ പിന്നെ മഴ ചെയ്യുമ്പോൾ ആ മണ്ണൊക്കെ അങ്ങോട്ട് ഒലിച്ചു പോകും പാടത്തേക്ക്. റിൻഷ, റമീസ, റിഫ്ന എന്നീ 3 മക്കളാണ് ഗഫൂറിന്. ഒരാൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്, മറ്റൊരാൾ 9ലും, മൂന്നാമത്തെയാൾ 7ലും. ഇവർക്കെല്ലാം തന്നെ റോഡിൻ്റെ ദുരവസ്ഥ മൂലം ദുരിതമനുഭവിക്കുകയാണ്. പലപ്പോഴും ചെളിയിലൂടെ ഗഫൂറിന് വീട്ടിലെത്താൻ സാധിക്കാത്തതിനാൽ തന്നെ വീട്ടിൽ നിന്നും തയ്യാറാക്കിയ ഭക്ഷണം മക്കൾ ഗഫൂറിന് റോഡിലേക്ക് എത്തിച്ചു നൽകുകയാണ് ചെയ്യാറുള്ളത്. നേരത്തെ വാർഡ് മെമ്പർ പ്രസന്നകുമാരി ഇടപെട്ട് 1 ലക്ഷം രൂപ പഞ്ചായത്ത് ഭരണസമിതി ഫണ്ട് വച്ചിരുന്നു. എന്നാൽ ടെൻഡർ ചെയ്തപ്പോൾ എടുക്കാൻ ആളില്ല. ഒരു കോൺട്രാക്ടർ ഫണ്ട് തികയില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി ബാക്കി തുക നൽകാമെന്ന് പറഞ്ഞെങ്കിലും വാക്കാൽ പറഞ്ഞാൽ പണം ലഭിക്കില്ലെന്നും രേഖാമൂലം എഴുതിത്തരാതെ എടുക്കില്ലെന്നും പറഞ്ഞ് കരാറുകാരൻ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഗഫൂറിന്റെ ദുരവസ്ഥയ്ക്ക് പഞ്ചായത്ത് ഭരണസമിതി പരിഹാരം കാണണമെന്നും ശാശ്വത പരിഹാരം കാണുന്നതുവരെ ഗഫൂറിനൊപ്പം ഉണ്ടാകുമെന്നും പഞ്ചായത്ത് അംഗം PP ഷാഹുൽ ഹമീദ് പറഞ്ഞു. അബ്ദുൽ ഗഫൂർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബം ഇന്ന് ഈ പഞ്ചായത്തിനകത്ത് വരേണ്ട ഒരു സാഹചര്യം വളരെ ദൗർഭാഗ്യകരമായിട്ടൊരു സാഹചര്യമാണ്. കാരണം അദ്ദേഹം ഒരുപാട് കാലമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്തുള്ള വാർഡ് മെമ്പറായിട്ടുള്ള എന്നോട് ഒരുപാട് പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. നിരവധി പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5 വർഷക്കാലമായി അദ്ദേഹം ഇങ്ങനെ ഈ പഞ്ചായത്ത് ഇങ്ങനെ കയറി ഇറങ്ങുകയാണ്. ഒരു ഇടപെടലുകളും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാരണം ഇത് ഒരുപാട് പ്രാവശ്യം നമ്മളിത് പഞ്ചായത്തിൻ്റെ ബോർഡിലായാലും അതുപോലെ തന്നെ ആ വാർഡത്തെ മെമ്പറും പറയുമ്പോൾ അതിന് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഞാനടക്കം സപ്പോർട്ട് ചെയ്തൊരു സാഹചര്യങ്ങളാണ് ഉണ്ടായുള്ളത്. പക്ഷേ ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ ആ റോഡുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം നിരന്തരം ഇവിടെ കയറി ഇറങ്ങിയതിൻ്റെ ശേഷം വെക്കാണ്ടത്. അതും ആരാണ്? ആ വാർഡ് മെമ്പറാണ് ആ 1 ലക്ഷം രൂപ വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ സാഹചര്യങ്ങൾ അദ്ദേഹം ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു ആളാണ്. ഓട്ടോറിക്ഷ 3 പെൺകുട്ടികളുടെ രക്ഷിതാവാണ്. അപ്പോൾ ആ മൂപ്പര വരുമാനം കൊണ്ടാണ് ആ കുടുംബം ജീവിച്ചു പോകുന്നത്. അദ്ദേഹം ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരുള്ള സുഹൃത്തുക്കൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോകേണ്ട അവിടുന്ന് ഏറ്റി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. നിരന്തരം ഈ പഞ്ചായത്ത് കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ് ഈ അബ്ദുൽ ഗഫൂറായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഇവിടെ പഞ്ചായത്തിനകത്ത് അദ്ദേഹം എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. രാവിലെ വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ കുടുംബവും ഈ പഞ്ചായത്തിനകത്ത് ഞാൻ ഇരിക്കാൻ പോവാണ്, ഇവിടെ തന്നെ കിടന്നുറങ്ങാൻ പോവാണ്, എനിക്കിതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല എന്നെങ്കിൽ
ഇതിന് പരിഹാരം ഉണ്ടാകുന്നത് വരെ ഞാനിവിടെ താമസിക്കാൻ പോകുന്നുള്ള രൂപത്തിലേക്കാണ് ഇന്ന് രാവിലെ എന്നെ വിളിച്ചത്. എന്തായാലും ഇന്ന് പഞ്ചായത്തിനകത്ത് പിന്നെ ദുരന്ത നിവാരണത്തിൻ്റെ ഒരു യോഗം നടക്കുന്നതിലേക്ക് അതിൻ്റെ ഇടയിലേക്ക് ഗഫൂറാക്ക കയറി വരികയും അതിൽ കൃത്യമായിട്ട് അത് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളെയും എല്ലാം ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രയാസം അവിടെ പറയുകയും അതിന് പരിഹാരമുണ്ടാകുമെന്ന് ഉണ്ടാകണമെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി എടുത്തതിൻ്റെ അതിലൊരു ഉറപ്പ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി തികയാത്ത ഫണ്ട് അത് അടുത്ത റിവിഷനിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സഞ്ചാരയോഗ്യമാക്കുന്ന ആ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്ന രീതിയിലേക്ക് ഉണ്ടാകുമെന്നുള്ള രീതിയിലേക്കാണ് ഇന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ആ ഉറപ്പിൻ്റെ പുറത്താണ് ഇദ്ദേഹവും കുടുംബവും ഇന്ന് ഈ പഞ്ചായത്തിൽ നിന്ന് പോകുന്നതെന്നാണ് എന്നോട് പറയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ഈ നീതി കിട്ടുന്നത് വരെ ഇദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഒപ്പം ഉണ്ടാകുമെന്നാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഗഫൂറിൻ്റെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെങ്കിൽ അധികൃതർ കണ്ണു തുറക്കണം. നടക്കാൻ പോലും സാധിക്കാതെ മഴക്കാലത്ത് വാടക വീട്ടിൽ അഭയം പ്രാപിക്കേണ്ട ഗഫൂറിൻ്റെയും കുടുംബത്തിൻ്റെയും ഗതികേടിനും വിരാമമിടേണ്ടതുണ്ട്. ഇനിയെങ്കിലും ശാശ്വതമായ പരിഹാരമുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് ഗഫൂറും കുടുംബവും. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 1ാം സമ്മാനമായി റെഫ്രിജറേറ്ററും, 2ാം സമ്മാനമായി വാഷിംഗ് മെഷീനും, 3ാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ.